ഇപ്പോൾ നിൽക്കുന്ന ആലപ്പുഴക്കാരുടെ സ്വന്തം ചിന്നസ്വാമിയുടെ കടയിലാണ്. ഇതെന്ത് ബജ്ജിയായിട്ട് ഉണ്ടാക്കുന്നത്? മുട്ട ബജ്ജി ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരാത്ത ആലപ്പുഴക്കാരും ഇല്ല. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്തുവാ? പിന്നെ എന്തൊക്കെയുണ്ട്? ഇതൊക്കെയാണ് ഐറ്റം. അപ്പൊ നിങ്ങളുടെ ഊരെവിടെയാ? നിങ്ങളുടെ ഊരെവിടെയാ? അപ്പൊ ഇവിടെ എത്ര മണിക്ക് കച്ചവടം തുടങ്ങും നിങ്ങൾ? അപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ താമസിച്ചിട്ട് വൈകുന്നേരം തുടങ്ങും. ഇതെന്തുവാ? മുട്ട വെച്ച് ലൈവായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവോ? ഒരാളും കൂടെ ചിന്നത്തമ്പി, വേറെ ആളും കൂടെ ഇല്ലേ? പുള്ളിയില്ലേ? ആണോ? ഇവിടെ ആലപ്പുഴ വരാത്ത ആരും ഇല്ല. ആ, ഏകദേശം നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും എല്ലാവർക്കും കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട്. ഇട്ടേക്കുന്ന സ്പോട്ടാണ് അതിനെക്കാട്ടി വലുത്. നമ്മുടെ കടയുടെ ടേസ്റ്റാണ്. അല്ല, ഈ ഇട്ടേക്കുന്ന സ്പോട്ട് അതിലും വലിയൊരു സ്പോട്ടാ. അതെന്താണ്? ഞാൻ അതല്ല ഉദ്ദേശിച്ച, ഈ സ്പോട്ട് അടുത്ത് തന്നെ നിങ്ങൾക്ക് ഗുണമുള്ളൊരു സ്പോട്ട് കിടപ്പുണ്ട്, ഇതൊക്കെ വിറ്റ് പോകാനും അല്ലേ? അതല്ല ഇച്ചിരി കൂടി ഇത്. പക്ഷെ ഇത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ഞാനും 2-3 വട്ടം കഴിച്ചിട്ടുള്ളതാണ്. ഇത് ആ ചിക്കൻ എന്താണ് ഇതിൻ്റെ ഒരു വെറൈറ്റി? നിങ്ങൾ ഇതല്ല മസാലയൊക്കെ? അതിനകത്ത് മസാല സാധാ മസാല, പക്ഷെ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടതല്ല? എന്ത് റേറ്റ് അതിനപ്പോ ഒരു പ്ലേറ്റ്? കാടയാ? മുളക് വെച്ച് എത്ര പ്ലേറ്റ്? ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ആലപ്പുഴക്കാർക്ക് എല്ലാം അറിയാം ചിന്നസ്വാമിനെ. ആ, പൊന്നുച്ചാമി. ഇതതിന്റെ മസാലയാണോ? ആ, ഇതിപ്പോ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരും? 5 കിലോ തക്കാളി മേടിക്കും, 1/2 കിലോ മല്ലിയില, 1/2 കിലോ സവാള, 1/2 കിലോ ഓയിൽ, പിന്നെ കടുക്, ഉളുന്ന്, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, ഇതൊക്കെ ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുത്ത് മിക്സിക്കകത്ത് അരച്ചെടുക്കും. പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എത്ര മണിക്ക് കറക്റ്റ് ടൈം ഇത് തുറക്കുന്നു? ഇതാ ഇവിടെ കച്ചവടം 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 2 മണി തൊട്ട് എത്ര മണി വരെ കാണും? ഇതിന്റെ പരിപാടി തുടങ്ങുന്നത് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ, കച്ചവടം 2 മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്? രാത്രി 9 മണി വരെ ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്ത 10-10:30 വരെ കാണും. ഇതിന്റെ ലൊക്കേഷൻ എവിടെ കറക്റ്റ്? മുല്ലക്കൽ ശ്രീരാമമന്ദിരമാണ്. മുല്ലക്കൽ ശ്രീരാമമന്ദിരം ഭീമന്റെ അടിച്ചോളി. അത് ശ്രീരാമമന്ദിരം. അത് ഭീമ ജ്വല്ലറി, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ നേരത്തെ ഇതിന്റെ ഹൈലൈറ്റ് ഉദ്ദേശിച്ച് പറഞ്ഞ എന്താ പറയുക, ഇതിന്റെ അടുത്ത് നിങ്ങൾക്ക് കച്ചവടത്തിനും നിങ്ങൾക്ക് മസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്. ജെട്ടി ബിവറേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആണ്. ആ, അതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് എല്ലാം അറിയാം ഈ സ്പോട്ട്. ഇത് കഴിച്ചു നോക്കാനുള്ള എല്ലാവരും വന്ന് കഴിച്ചു നോക്കുക. അടിപൊളി ഒരു ഐറ്റമാണ്. ചെറിയ റേറ്റ്, ചെറിയ വില, ചെറിയ റേറ്റ്, കഴിക്കാൻ പറ്റിയത്, ഏകദേശം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ. ആൾക്കാർ കണ്ടാലും ഇവിടെ നിന്ന് കഴിക്കുന്നത് ഒരു 3 കാടമുട്ട, ഒരു വീട് ചിക്കൻ 70 രൂപ, 3 കാടമുട്ട 20 രൂപ. ആവശ്യത്തിന് ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഫാമിലി ആവും. ഇപ്പം എത്ര ആളായി തുടങ്ങിയിട്ടപ്പോൾ? ഞാൻ വന്നിട്ട് 18 കൊല്ലത്തിന് മുന്നേ. അപ്പോൾ സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ? തേനി. 18 വർഷമായിട്ട്. 30 വർഷമായി. 30 വർഷമായി കച്ചവടം തുടങ്ങി. ഞാൻ അവിടെ ഈ ജംഗ്ഷൻ AVJ ജംഗ്ഷൻ അതിന് വാതിക്ക് ആദ്യം കപ്പലിന്റെ കച്ചവടമായിരുന്നു. ഇത് തുടങ്ങിയിട്ട് 18 കൊല്ലമായി. 30 വർഷമായിട്ട് ഈ കച്ചവടമാണ് ഇവിടെ. കൊച്ചിന് വന്നതാണ്. 30 വർഷം കൊണ്ട് ഈ ഒരു കച്ചവടം? ഇല്ലല്ല, ഇത് 18 കൊല്ലമായി. പച്ചിക്കട ഈ ഒരു കട തുടങ്ങിയിട്ട് എത്രയായി? 18 കൊല്ലമായി ഈ ആലപ്പുഴയില്. ആ സ്പെഷ്യൽ ഇത് ഇതിന്റെ ബജ്ജിയുടെ ഇതാണ്. പച്ചക്ക ബജ്ജിയുടെ അല്ല, പച്ചക്ക ഗംഭീരം പച്ചക്ക.
ഇത് വാഴക്ക ബജ്ജി അല്ലേ? ആ കാബജി പച്ച കാബജി നല്ലതാ. പച്ച കാബജിയും ചമ്മന്തിയും വെറുതെ ടേസ്റ്റ്. ഇത് കാട ഫ്രൈ. ചിക്കൻ കബാബ് കുയൽ ഫ്രൈ. കുയൽ 1 piece 120 rupees. Very tasty. ആ No. Kuel. Kuel. Yeah, okay. Thank you. Oh, ശരി. കസ്റ്റമർ സായിപ്പുമാരൊക്കെ വരും. കസ്റ്റമർ ഇല്ലല്ല കസ്റ്റമർ സായിപ്പ വല്ലപ്പോഴും വരും ആൾക്കാർ വരും. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ചുറ്റിനും ആളുണ്ട്. ഞാൻ ഇതിനു മുമ്പേ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പരിസരം നിക്കാൻ പറ്റത്തില്ല, ഞാൻ സംസാരിക്കാൻ പറ്റില്ല. അത്ര കച്ചവടോ. ചമ്മന്തിയെല്ലാം കെട്ടി ഇങ്ങനെ എത്ര കൂട്ടി വയ്ക്കും. ആൾക്കാർ പോകുമ്പോൾ കവറിനകത്തിട്ട് ചമ്മന്തി ഇട്ടു. ആണാ അന്നും പറഞ്ഞ വലിയൊരു കച്ചവടമൊന്നുമല്ല, വലിയൊരു കടയിൽ ഒരു കൊച്ചു കടക്കകത്താണ് ഈ ഒരു കച്ചവടം. എന്നിട്ടാണ് ആൾക്കാർ ഇത്രയും വന്നത്. അതാണ് ക്വാളിറ്റി. ഈ വണ്ടിയുടെ ക്വാളിറ്റിയാ, ഈ വണ്ടി കടയാ. ശരിയാ. ഈ കാണുന്ന കൊച്ചു കടയിലാണ് ഈ കാണുന്ന കച്ചവടം നടക്കുന്നത്. രാത്രിയാകുമ്പോ ഇങ്ങോട്ട് വന്ന ഇവിടെ നല്ല തിരക്കായിരിക്കും. ആവശ്യത്തിന് കൂടുതൽ നേരത്തെ ഇലയില കൊടുത്തോണ്ടിരുന്നത്, വാഴയില. പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല, ഭയങ്കര ആദ്യ സമയത്ത്. വാഴയിലാകുമ്പോ ഒരു മണമായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവായിട്ട് ഇവിടെ തന്നെ നിന്ന് തിന്നുമായിരിക്കും അല്ലേ? അതാണ് ലൈവായിട്ട് കഴിയും. അതാ ഞാൻ പറഞ്ഞു, ഈ പരിസരം നിൽക്കാൻ സ്ഥലം കാണത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ ഉടനെ പറയുമല്ലോ, ഒന്നും ഇത് ഉപ്പ് കുറവാണ്, പുളി കുറവാണ്, ടേസ്റ്റ് കുറവാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ പിള്ളേർ ഉടനെ കഴിക്കും. അടിപൊളി. എൻ്റെ പേരാണ് കുന്നിച്ചാമി. അനിയൻ്റെ പേര് ആനന്ദ്. ഓക്കെ.